ഹലോ വെൽക്കം ബാക്ക്. ഇന്നെൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് രാവിലെ കുറച്ച് ലേറ്റായി എണീക്കാനായിട്ട്. അപ്പോൾ ജനലൊക്കെ തുറന്നിട്ടിട്ട് ചായക്കുള്ള പാല് അടുപ്പത്ത് വെച്ചേക്കാണ്. ഇവിടെ എല്ലാവർക്കും രാവിലെ തന്നെ ഒരു സ്ട്രോങ് ചായ നിർബന്ധമാണ്. അത് നല്ല കടുപ്പത്തിലുള്ള പാൽ ചായ ആണെങ്കിൽ എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയൊക്കെ വെച്ചിട്ട് ഒരു കൈപ്പത്തിരി സ്റ്റൈലിലുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പിന്നെ അതിലേക്ക് മുട്ടയും ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് അതൊന്ന് കുഴച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പാനിൽ വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ടാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ടി കുറഞ്ഞ് ആയി കിട്ടും കേട്ടോ. ഇതൊരു പൊറോട്ടയുടെയൊക്കെ ടേസ്റ്റിൽ വന്ന ചെറിയൊരു ടേസ്റ്റ് വന്ന ഒരു അപ്പമാണ്. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അത് ലോ ഫ്ലെയിമിൽ അവിടെ കിടന്നാവട്ടെ. അപ്പോഴേക്കും അടുപ്പൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഗ്യാസ് ക്ഷാമം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പകുതി പണികളും അടുപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടുപ്പ് കത്തിക്കണതിന് മുമ്പ് അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഗ്യാസിന് ക്ഷാമമുള്ളതിൽ തന്നെ ഇവിടെ വിറകിനും ഇപ്പം നല്ല ക്ഷാമമാണ് കേട്ടോ. വിറക് എവിടെയും കിട്ടാനില്ല. അങ്ങനെ പിന്നെ അടുപ്പ് വൃത്തിയാക്കി തീയൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ പിന്നെ കുക്കർ ചൂടാവാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ആ സമയം കൊണ്ട് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അടുപ്പത്ത് വെച്ചുണ്ടാക്കുമ്പോൾ ഉള്ള ആകെ ഒരു പണിയെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അടുത്ത് തന്നെ നിന്ന് എല്ലാം ചെയ്യണം. ഗ്യാസ് ആകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. ഇതിൽ അങ്ങനെ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ കുക്കർ ചൂടായി വന്നപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള വാടി വന്ന സമയം കൊണ്ട് ബാക്കിയുള്ള അപ്പങ്ങളെല്ലാവരും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലേക്ക്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാടി വന്നപ്പോൾ പൊടികളും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചിക്കനും കൂടി ഇട്ട് ഒന്ന് അടച്ച് മൂടി വെക്കാണ്. 2-3 വിസൽ അങ്ങനെ പോവട്ടെ. അപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് ബോൺലെസ് പീസുകൾ ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കാറുണ്ട് കേട്ടോ. 2-3 എണ്ണം ഈവനിങ് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ മോനിക്കുള്ള കുറുക്കും അപ്പോഴേക്കും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോനെ കുളിപ്പിച്ച് ഉറക്കി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പണികളൊക്കെ നോക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും അങ്ങോട്ട് തീരില്ല കേട്ടോ. അങ്ങനെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഞാനും മോളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നത്. ഉമ്മിച്ചിക്ക് ഇന്ന് നോമ്പായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ലേറ്റ് ആയിട്ടുള്ള കട്ടൻ ചായ കുടിച്ചാൽ എനിക്കൊരു ഉഷാറ് വരുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അടുപ്പൊഴിഞ്ഞപ്പോൾ അടുപ്പിൽ ചോറിനുള്ള തീ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം അവിടെ കിടന്ന് തിളച്ച് ആയിക്കോളും. അത് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട്. അപ്പോഴേക്കും ഉമ്മിച്ചി അപ്പുറത്തുനിന്ന് പൊന്നാങ്കണ്ണി ചീര പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ണിനൊക്കെ നല്ല ഗുണമുള്ള ചീരയാണെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഇത് രാത്രിയേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഉച്ചക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് അരിയാൻ മടിയായതുകൊണ്ട് എടുത്തില്ല. അപ്പോൾ അതവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റേണ്ട ദിവസമായിരുന്നു. അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം മോൻ കളിച്ചിട്ടുള്ള കുറച്ച് ടോയ്സൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ്. പിന്നെ പെരയൊക്കെ അടിച്ചു വാരി കുളിച്ച് ഫ്രഷ് ആയിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ശരി, പിന്നെ കാണാം.